അപ്പോൾ ലൈറ്റിംഗ്, എയിം ഓഫ് ഗുഡ് ലൈറ്റിംഗ്, അതായത് നല്ല ഒരു ലൈറ്റിംഗ് ഡിസൈനിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, അവിടുത്തെ വർക്കുകൾ. ഇപ്പോൾ ഒരു ഓഫീസ് ബിൽഡിംഗ് ആണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യം തന്നെ, അതിൻ്റെ വർക്കും കാര്യങ്ങളും കറക്റ്റായിട്ട് സേഫായിട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സേഫായിട്ട് ചെയ്യുക, സേഫ്റ്റി ഓഫ് ദ പീപ്പിൾ, അതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ, അതായത് നമ്മൾ ചെയ്ത ഒരു സിവിൽ ബിൽഡിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഡെക്കറേഷൻ അല്ലെങ്കിൽ അലങ്കാരം എന്നുള്ള ഒരു രീതിയിലും കൂടിയായിട്ട് ഈ ലൈറ്റിംഗ് ഡിസൈൻ ആക്ട് ചെയ്യണം. അങ്ങനെയാണ് ഇതിൻ്റെ 3 കാര്യങ്ങളാണ് ഒരു ലൈറ്റിംഗ് നമ്മൾ തുടക്കത്തിൽ ആലോചിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പരിപാടികൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഈ 3 ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ടുള്ളൊരു സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്താൽ തന്നെ ആയിരിക്കും ഇത് പ്രാവർത്തികമാവുക. അതിൽ ആദ്യത്തേത് തന്നെ പ്ലാനിങ് ആണ്. അപ്പോൾ എന്ത് ബ്രൈറ്റ്നെസ്സിലുള്ളതാണ്, എന്ത് കളർ പാറ്റേൺ ആണ് നമ്മൾ വർക്കിംഗ് ഏരിയയ്ക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളാദ്യം ഇതിൽ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഗ്ലൂമി അപ്പിയറൻസ്, അതായത് ഒരു മങ്ങിയ വെളിച്ചത്തിലിരിക്കുക എന്നുള്ള ഒരു ഇതൊന്നും വരരുത്. അത് ഓരോ റൂമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ഓഫീസ് റൂമുകളാണെങ്കിൽ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ വേണം. ഇപ്പോൾ ചില ഗ്ലൂമി ആയിട്ടിരിക്കേണ്ട ചില കേസുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആംബിയൻസ് വേറെ ആയിരിക്കണമെങ്കിൽ അതിലങ്ങനെ. അപ്പോൾ നമ്മൾ ആംബിയൻസ്, അവിടുത്തെ അവസ്ഥ അനുസരിച്ച് നമ്മൾ ലൈറ്റിങ്ങിനെ മനസ്സിലാക്കണം. ഡയറക്ഷണൽ ലൈറ്റിംഗ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതായത് ഏത് ഡയറക്ഷനിലേക്ക്, അത് എന്ത് ടാസ്ക് അല്ലെങ്കിൽ എന്ത് ജോലിക്ക് വേണ്ടി ഏത് ദിശയിലേക്ക് നമ്മൾ ലൈറ്റ് അടിക്കണം എന്നുള്ള, പിന്നെ അതിനൊരു നല്ല അപ്പിയറൻസ് വരുത്താനുള്ളൊരു രീതിക്ക് എത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടാസ്ക്. പിന്നെ മൂന്നാമത്തെ പറയുന്നത് കൺട്രോൾ ഡയറക്റ്റ് ആൻഡ് റിഫ്ലക്റ്റഡ് ഗ്ലെയർ. അതായത് നമ്മൾ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് റിഫ്ലക്റ്റായി ഗ്ലെയർസ്, അതായത് നമ്മുടെ കണ്ണിന് തീക്ഷ്ണമായിട്ടുള്ള വെളിച്ചം ആയിട്ട് വരും. കണ്ണ് അത് സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ വെളിച്ചം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നാലാമത്തെ പറയുന്നത് ഫ്ലിക്കറിങ്, അതായത് ഇടയ്ക്ക് ഇങ്ങനെ മിന്നുക തെളിയുക അങ്ങനത്തെ ഉള്ളൊരു സംഭവങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുകൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് അതേ വസ്തുവിന് അതേ കളർ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പഴയ സോഡിയം വേപ്പർ, മഞ്ഞ വെളിച്ചമുള്ള സോഡിയം വേപ്പർ ലാമ്പ്, അത് സ്ട്രീറ്റ് ലൈറ്റിൽ ഉപയോഗിച്ചിരുന്ന ടൈമിൽ നമുക്ക് ഒരു ദൂരെ കാണുമ്പോൾ അതിൻ്റെ വസ്തുവിൻ്റെ കൃത്യമായിട്ടുള്ള നിറം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കളർ റെൻഡറിങ് എന്ന് ഉദ്ദേശിച്ചത് അതാണ്. പിന്നെ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ പല ഏരിയയിലും ഒരു യൂണിഫോമിറ്റി, അതായത് ലൈറ്റ് ഒരു കൃത്യമായിട്ട് ഏകദേശം സിമിലറായിട്ടുള്ള ലൈറ്റിംഗ് ഇത് കൊണ്ടുവരിക. ഡിഫറൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആക്സിഡൻറ്റ്സ് ഉണ്ടാകും. അതായത് ഒരു സ്ഥലത്ത് ഭയങ്കര വെളിച്ചം, പെട്ടെന്ന് സ്ഥലത്ത് ഡാർക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളർ ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവിടെ പല രീതിയിലുള്ള ആക്സിഡൻറ്റ്സ് പോലെ സംഭവിക്കാം. അപ്പോൾ അതാണ് അതിൽ പറയുന്നത്.